ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് PSC പഠനം എങ്ങനെ മെച്ചപ്പെടുത്താം. PSC പരീക്ഷാ പഠനം കൂടുതൽ കാര്യക്ഷമമാക്കാനും മികച്ച വിജയം നേടാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി ഒരു PSC ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട കാര്യമാണ് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ദിവസവും ചുരുങ്ങിയത് 4 മുതൽ 6 മണിക്കൂർ പഠനത്തിനായി മാറ്റിവെക്കുക. പഠനം ഒരു ദിവസവും മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ദിവസം തന്നെ ബോറടിക്കാതെ 2 വ്യത്യസ്ത വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിലബസ് കൃത്യമായി മനസ്സിലാക്കുക. പഠനം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എഴുതുന്ന പരീക്ഷയുടെ ഏറ്റവും പുതിയ സിലബസ് കൈവശം വെക്കുക. ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് കൂടുതൽ മാർക്ക് നൽകിയിരിക്കുന്നതെന്ന് നോക്കി മുൻഗണന നിശ്ചയിക്കുക. അടുത്തതായി ചെയ്യേണ്ട കാര്യം നോട്ട് തയ്യാറാക്കുക. വായിക്കുന്ന കാര്യങ്ങൾ സ്വന്തം കൈപ്പടയിൽ ചെറുതായി കുറിച്ചു വയ്ക്കുന്നത് പരീക്ഷാ സമയത്ത് വേഗത്തിൽ റിവിഷൻ ചെയ്യാൻ സഹായിക്കും. ചെറിയ നോട്ടുകളായും അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്സ് ഉപയോഗിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. സ്കൂൾ പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പഠനം നിങ്ങളെ ഉയർന്ന മാർക്ക് നേടാൻ സഹായിക്കും. PSC ചോദ്യങ്ങൾ ഭൂരിഭാഗവും 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SCERT പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതിനാൽ റാങ്ക് ഫയലുകൾക്ക് മുൻപ് ഈ പുസ്തകങ്ങൾ വായിച്ചു തീർക്കുന്നത് അടിത്തറ ശക്തമാക്കാൻ സഹായിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെ മുൻകാല ചോദ്യപേപ്പറുകൾ നിർബന്ധമായും ചെയ്തു നോക്കുക. ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാറുള്ള മേഖലകൾ തിരിച്ചറിയാൻ ഇത് നിങ്ങളെ സഹായിക്കും. കൂടാതെ ആനുകാലിക വിഷയങ്ങൾ പഠിക്കാൻ ദിവസവും പത്രം വായിക്കുന്ന ശീലം വളർത്തുക. ആനുകാലിക സംഭവങ്ങൾക്കായി ഒരു പ്രത്യേക നോട്ട് ബുക്ക് സൂക്ഷിക്കുകയും പ്രധാനപ്പെട്ട തീയതികളും വ്യക്തികളും കുറിച്ചു വയ്ക്കുകയും ചെയ്യുക. ഒരു PSC ഉദ്യോഗാർത്ഥി പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് റിവിഷൻ. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും റിവിഷൻ നടത്തുന്നത് നല്ലതാണ്. കൂടാതെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കാനും ശ്രമിക്കുക. സമയക്രമം പാലിച്ച് മാതൃകാ പരീക്ഷകൾ എഴുതി നോക്കുന്നത് പരീക്ഷാ ഹാളിലെ പേടി ഒഴിവാക്കാനും വേഗത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. പഠനത്തോടൊപ്പം കൃത്യമായ ഉറക്കവും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും പിന്തുടരുക. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ ഇടവേളകളിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും നല്ലതാണ്.